രാജ്യത്തെ പല പ്രദേശങ്ങളും കലാപ കലുഷിതമാകണം. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ ഭിന്നിപ്പുണ്ടാവണം. എങ്കിൽ മാത്രമേ സംഘപരിവാറിന് വളരെ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കൂ. ഈ ലക്ഷ്യത്തോടെ ഒട്ടേറെ തന്ത്രങ്ങൾ സംഘപരിവാർ മെനഞ്ഞു. അതിലെ ഏറ്റവും അവസാനത്തേതാണ് വഖഫ് ഭേദഗതി നിയമം. നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയതിന് പിന്നാലെ രാജ്യത്തെ പലയിടത്തും ചെറുതും വലുതുമായ സാമുദായിക സംഘർഷങ്ങളുണ്ടായി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ 4 പേർ കൊല്ലപ്പെട്ടു. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ്. ഒരു വശത്ത് ഹിന്ദുത്വ ആളിക്കത്തിച്ച് സംഘപരിവാർ, മറുവശത്ത് ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്. രണ്ടിനും ഇടയിൽപ്പെട്ട് ദുരിത ജീവിതം അനുഭവിക്കുന്നത് മുർഷിദാബാദിലെ പാവപ്പെട്ട ജനങ്ങൾ. ബംഗ്ലാദേശ് അതിർത്തി പ്രദേശമാണ് മുർഷിദാബാദ്. കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത്. കൃഷി ആദായകരമല്ലാതായി. വ്യവസായവൽക്കരണത്തിലൂടെ ബംഗാളിനെ മുന്നോട്ട് നയിക്കാനുള്ള ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിന്റെ ശ്രമങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികൾ അക്രമസമരം നടത്തി അട്ടിമറിച്ചു. ബംഗാളിൽ ഭരണമാറ്റമുണ്ടായി. ബംഗാൾ മുന്നോട്ടല്ല, പിറകോട്ടാണ് പോയത്. क्या क्या है इधर? क्या काम थोड़ा कम न इधर थोड़ा कम। कितना पैसा मिलता है आप लोगों के एक दिन एक काम करने के बाद? काम करने के वो कितना मिलेगा? कितना मिलेगा? 265 रुपया मिलेगा। 265? हाँ। बहुत कम है। हाँ। कैसा इतना? हाँ, वो कैसे खाना देगा ना, खाना देगा। खाना दिएगा? हाँ। एक महीने में कितना दिन मिलता है? वो 15-20 दिन। 15-20? हाँ। अभी बारिश हो गया तो काम हो गया, बारिश नहीं तो काम नहीं। ये गर्मी के समय काम नहीं? ज्यादा गर्मी काम ही नहीं। काम नहीं। क्यों? हम ये गेती अच्छी ना है? कुछ काम नहीं है, मैंने खेत के आबाद नहीं, वो बारिश नहीं तो ज्यादा प्रॉब्लम, गर्मी से ज्यादा प्रॉब्लम। गर्मी मानुष है ना, खाना नहीं पाएगा। ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ അവസാന തടരാണ് വഖഫ് ഭേദഗതി നിയമം. വഖഫ് ബോർഡുകളിൽ ഇനി അമുസ്ലിങ്ങൾക്ക് അംഗങ്ങളാകാം. എന്നാൽ ക്ഷേത്ര ബോർഡുകളിലോ ട്രസ്റ്റുകളിലോ അഹിന്ദുക്കൾക്ക് പ്രാതിനിധ്യമില്ല. വഖഫ് സ്വത്തുക്കളിൽ നടക്കുന്ന തട്ടിപ്പുകൾ അവസാനിപ്പിക്കുമത്രേ. എന്നാൽ ഹിന്ദുക്ഷേത്ര സ്വത്തുക്കളെക്കുറിച്ചുള്ള പരാതികളിൽ ഇടപെടില്ല. ലക്ഷ്യം ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളും തട്ടിപ്പുകളും അവസാനിപ്പിക്കുക എന്നതല്ല, മറിച്ച് മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുക എന്നതാണ്. പുതിയ നിയമം ഭരണഘടനയുടെ 26-ാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ്. യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഞാൻ കൂടുതലായിട്ട് അതിലേക്കിപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മുടെ രാജ്യത്തുള്ള മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെയും ഫെഡറലിസത്തിൻ്റെയും ഒക്കെ ലംഘനം അതിൽ കാണാൻ സാധിക്കും. ഒരു തരത്തിലുള്ള മുസ്ലിം അപരവൽക്കരണത്തിനുള്ള, അതുവഴി രാഷ്ട്രീയ നേട്ടത്തിനുള്ള അവസരങ്ങളായിട്ടാണ് ഈ ബില്ലിനെ സംഘപരിവാർ കണ്ടത്. കഴിഞ്ഞയാഴ്ച ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ മുസ്ലിമിനെതിരെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് മുസ്ലിമിനെതിരെ മാത്രമല്ല നിൽക്കുക. അതാണ് ഓർഗനൈസറുടെ ലേഖനം പിന്നീട് വ്യക്തമാക്കിയത്. അവർ പറഞ്ഞത് ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലുള്ള സ്വത്തുക്കൾ വളരെ കൂടുതലാണ് എന്നാണ്. ഏറ്റവും കൂടുതൽ സ്വത്ത് അവർക്കാണുള്ളത് എന്ന ഒരു പരാമർശം തന്നെ നടത്തുകയുണ്ടായി. ഇതിൽ ഒരു കാര്യം മറന്നു പോകരുത്. നേരത്തെ ഞാൻ പറഞ്ഞ അടിസ്ഥാന നിലപാടുണ്ട് സംഘപരിവാറിന്, RSSന്. അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ അവർ കാണുന്നത്. രണ്ടുപേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിമും ക്രിസ്ത്യാനിയും.
അതിലവർക്ക് വേർതിരിവുണ്ടായിട്ടില്ല. ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ഗണത്തിലാണ് ഈ രണ്ട് കൂട്ടരെയും പെടുത്തിയത്. രാജ്യത്ത് പലയിടത്തും വഖഫ് നിയമത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നടന്നു. മുർഷിദാബാദിൽ ഇരു വിഭാഗങ്ങളും സംഘടിച്ചു. ഒരു വശത്ത് സംഘപരിവാർ, മറുവശത്ത് മുസ്ലിം മതമൗലിക സംഘടനകൾ. അക്രമം കലാപമായി. 3 പേർ കൊല്ലപ്പെട്ടു. കലാപം തടയാൻ രംഗത്തിറങ്ങിയ 2 CPIM പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഹരോ ഗോവിന്ദദാസും ചന്ദൻ സിംഗും. കലാപം കെട്ടടങ്ങുന്നതിന് മുമ്പ് വർഗീയത ചുറ്റുന്ന വിഷലിപ്തമായ പ്രസ്താവനകളുമായി ബംഗാളിലെ BJP നേതാവ് ദിലീപ് ഘോഷ് രംഗത്ത് വന്നു. ഹിന്ദുക്കൾ വീടുകളിൽ ഫർണിച്ചറുകൾ മാത്രം വാങ്ങിയാൽ പോരാ, ആയുധങ്ങൾ കരുതണമെന്നും ദിലീപ് ഘോഷ് ആഹ്വാനം ചെയ്തു. ബംഗാളിനെ മറ്റൊരു ഗുജറാത്താക്കി മാറ്റുക. ഇതാണ് BJPയുടെ ഇപ്പോഴത്തെ ബംഗാൾ ദൗത്യം. ബംഗാളിൽ ഇന്ന് CPIMന് ഒരു MLAയോ MPയോ ഇല്ല. പക്ഷേ നാട്ടിൽ കലാപം പടർന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നത് CPIM മാത്രമാണ്. ഇതുപോലെയോ ഇതിലും ഭീകരമായതോ ആയ സാഹചര്യമാണ് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന്റെ സിദ്ധാർത്ഥ് ശങ്കറയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ 1972 മുതൽ നിലനിന്നിരുന്നത്. ക്ഷമാപൂർവം ഈ ആക്രമണങ്ങൾ സഹിച്ചും അതിനെ കഴിയുന്നിടത്ത് ചെറുത്തും ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിട്ടുപോകാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ, ക്ഷമാപൂർവം പ്രവർത്തിച്ചാൽ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാവും. ഈ അക്രമാസക്തമായ അർത്ഥഫാസിസ്റ്റ് ആക്രമണങ്ങൾക്കെതിരായിട്ട് ബഹുഭൂരിപക്ഷം ജനങ്ങളെ അണിനിരത്താൻ കഴിഞ്ഞ അനുഭവം പശ്ചിമ ബംഗാളിലുണ്ട്. ബംഗാളിൽ ആ മാറ്റം അതെ, അതുപോലെ ഇപ്പം അവിടുന്ന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായിട്ട് എത്തിയിട്ടുള്ള മീനാക്ഷി എന്നാണ് അവർ ഉച്ചരിക്കുന്നത്. നമ്മുടെ മീനാക്ഷിയാണ്. ചെറുപ്പക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും വളരെ സ്വീകാര്യതയുള്ളൊരു നേതാവാണ്. മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ പാർട്ടി കമ്മിറ്റി പുതിയ തലമുറയിൽപ്പെട്ടവരെ വലിയ തോതിൽ ഈ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് സമരത്തിലേക്ക് അണിനിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അനധിവിദൂര ഭാവിയിൽ ബംഗാളിലും ത്രിപുരയിലും ഈ അതിക്രമങ്ങളെ മറികടക്കാനുള്ള ജനകീയ ശക്തി, CPIMന്റെയും ഇടതുപക്ഷത്തിന്റെയും ശക്തി ഉയർന്നു വരും. കമ്മ്യൂണിസത്തിന് തിരിച്ചടി നേരിട്ടാൽ എന്താണ് സംഭവിക്കുക? പശ്ചിമ ബംഗാളാണ് ഏറ്റവും മികച്ച ഉദാഹരണം. 33 വർഷക്കാലം ബംഗാൾ തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ചു. ഈ കാലയളവിൽ ഒരു വർഗീയ കലാപം പോലും ബംഗാളിൽ ഉണ്ടായിരുന്നില്ല. 2011 ഭരണമാറ്റമുണ്ടായി. മമതാ ബാനർജി മുഖ്യമന്ത്രിയായി. വർഗീയ സംഘർഷങ്ങൾ ഇന്ന് ബംഗാളിൽ നിത്യസംഭവങ്ങളാണ്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. സിഖുകാരെ കൂട്ടക്കൊല ചെയ്താണ് കോൺഗ്രസുകാർ പക തീർത്തത്. രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കലാപകലുഷിതമായപ്പോൾ ഒരു സംസ്ഥാനം പൂർണ്ണമായും ശാന്തമായിരുന്നു, പശ്ചിമ ബംഗാൾ. അന്ന് ജ്യോതി ബസു ആയിരുന്നു മുഖ്യമന്ത്രി. കൊൽക്കത്തയിൽ അന്ന് 1 ലക്ഷത്തോളം സിഖുകാർ ജീവിക്കുന്നുണ്ട്. സിഖുകാരെ കൂട്ടക്കൊല ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം പദ്ധതി തയ്യാറാക്കി. അന്ന് പോലീസ് മാത്രമല്ല, കൊൽക്കത്തയിലെ CPIM പ്രവർത്തകരും സിഖ് കോളനികൾക്ക് കാവൽ നിന്നു. During that time, it was under control of CPIM, and for that reason, the Kolkata was in a very good condition. All the Sikhs were safe, all the Sikh people, even myself. I'm talking about myself, that I was also safe, and even during that time, all the Communist Party people, they used to come and protect. They used to give word to everyone, Punjabi Sikh people, that don't worry, we are here and we will protect you. And that from that time onwards, we are very happy that. But nowadays,
due to some political issue like TMC party, they are not balancing. For this reason, the communal problem is arising day by day. The clash between Hindus and Muslims and different communities. You can even see during this period, TMC period, there has been a riot in different places. But this thing is not been shown to everyone. But it's a fact. If you think about this, if you will ask somebody, they will tell you about this. Okay, this thing happened, but due to fear, no one want to disclose this, and this happens in Kolkata. ബംഗാളി സാഹിത്യത്തെ പോലെ, ബംഗാളി സിനിമകൾ പോലെ, ബംഗാളി സംഗീതം പോലെ മനോഹരവും സജീവവുമായിരുന്നു ബംഗാളിലെ ഗ്രാമങ്ങൾ. കൃഷിയധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ് ബംഗാളിൻ്റേത്. 1978 ഒന്നാം ജ്യോതി ബസു സർക്കാർ സംസ്ഥാനത്ത് സമഗ്ര ഭൂപരിഷ്കരണം നടപ്പിലാക്കി. അതോടെ എല്ലാവർക്കും ഭൂമി ലഭിച്ചു. പഞ്ചായത്തുകൾക്ക് അധികാരങ്ങൾ കൈമാറി. ജനകീയ കൂട്ടായ്മകൾ രൂപം കൊണ്ടു. സർക്കാരിന്റെ പിന്തുണയോടെ അവർ നടപ്പിലാക്കിയ പദ്ധതികൾ ബംഗാളിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കി. പക്ഷേ കൃഷി കൊണ്ട് മാത്രം ഒരു സമൂഹത്തിനും നിലനിൽക്കാനാവില്ല. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ സിംഗൂർ നന്ദിഗ്രാം വ്യവസായ പദ്ധതികൾ ആവിഷ്കരിച്ചത്. ആ പദ്ധതികൾ യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ബംഗാൾ രാജ്യത്തെ നമ്പർ 1 വ്യാവസായിക സംസ്ഥാനമായി മാറുമായിരുന്നു. വൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമായിരുന്നു. ബംഗാളികൾ തൊഴിൽ തേടി കേരളത്തിലേക്ക് കുടിയേറുമായിരുന്നില്ല. എന്നാൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും കൈകോർത്തു. ബംഗാൾ സംഘർഷഭരിതമായി. ലാണ് ബംഗാളിന്റെ നിറം മാറിയത്. ഏറെക്കാലം ഇടതുപക്ഷമായിരുന്നു അധികാരത്തിൽ. 2011 തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതോടെ ബംഗാൾ രക്ഷപ്പെട്ടെന്ന് വിധിയെഴുതിയവരിൽ പലരും ഇന്ന് തേങ്ങുകയാണ്. ബംഗാൾ ചോരയിൽ മുങ്ങിയിരിക്കുന്നു. എവിടെ നോക്കിയാലും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടായിസം. സംഘർഷങ്ങൾക്കൊപ്പം അഴിമതിയും കുതിച്ചുയർന്നു. മന്ത്രിമാർ മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ വരെയുള്ളവർക്ക് പണം നൽകാതെ ഒന്നും നടക്കില്ലെന്നായി. Actually, during the left regime, could never be called tainted, or not a single corruption case was raised against them. Even the opposition, they opposed on so many issues like land issues in connection with Singur and Nondigram. But corruption was one thing that was never associated with the left front government, be it Jyoti Basu and after that Buddhadev Bhattacharya, who was considered thoroughly an honest man. Never ever did he take any dry fruits during Diwali. He didn't even allow his security guards to collect a single food packet or somewhat like that. So that way left was a very clean government, we can say. സാമുദായിക ധ്രുവീകരണമുണ്ടാക്കി ബംഗാൾ പിടിച്ചടക്കാനാണ് BJPയുടെ പരിശ്രമം. ബംഗാളിൽ ഒരു കാലമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന കാലം, കലാപങ്ങളില്ലാത്ത കാലം, ഭൂപരിഷ്കരണത്തിലൂടെ എല്ലാവർക്കും ഭൂമി ലഭിച്ചിരുന്ന കാലം. കമ്മ്യൂണിസത്തിന് തിരിച്ചടി നേരിട്ടാൽ എന്തു സംഭവിക്കുമെന്ന് ബംഗാൾ ഇന്ന് തിരിച്ചറിയുന്നു.